വിദ്യാർത്ഥികൾക്കെതിരായ അതിക്രമത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിലെത്തി മറുപടി നൽകണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പാർലമെന്റ് തുടങ്ങി ഏകദേശം 3 ആഴ്ചയോളമാകുന്നു അമിത്ഷാ ആ സഭയിലേക്ക് തിരിഞ്ഞു നോക്കുന്നതേയില്ല. ശക്തമായ നിലപാടിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുന്നു. ഇന്നും സഭകൾ പ്രക്ഷുബ്ധമാകുമെന്നതിൽ ഒരു സംശയവും വേണ്ട. വിഷ്ണു തലവൂരുണ്ട് ദില്ലിയിൽ നിന്ന്. നോക്കാം എന്തൊക്കെയാണ് ഇന്ന് സഭയിൽ സംഭവിക്കാൻ പോകുന്നതെന്ന്. വിഷ്ണു, വിദ്യാർത്ഥികൾക്കെതിരായ ദില്ലി പോലീസിന്റെ അതിക്രമം അമിത്ഷാ മറുപടി പറയണമെന്ന് പ്രതിപക്ഷം ശക്തമായി ആവശ്യപ്പെടുന്നു. പക്ഷേ സഭയിലേക്ക് തിരിഞ്ഞു നോക്കുന്നതേയില്ല അമിത്ഷാ. വിഷ്ണു, ഈ പാർലമെന്റ് തുടങ്ങി 3 ആഴ്ചയായി, ഇതുവരെ സഭയിൽ വന്നിട്ടില്ലല്ലോ, അങ്ങനെയല്ലേ? മനു, പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം കഴിഞ്ഞ മാസം 20-ാം തീയതിയാണ് ആരംഭിച്ചത്. പക്ഷേ ഇന്നുവരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ ഈ സഭയിലേക്ക്, അതായത് രാജ്യസഭയിലോ ലോക്സഭയിലോ എത്തിയിട്ടില്ലെന്നാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രത്യേകിച്ച് ഇത്തവണത്തെ വർഷകാല സമ്മേളനം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ അങ്ങേയറ്റത്തെ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത്. അതിൽ തന്നെ ഈ വിദ്യാർത്ഥികൾക്കെതിരായിട്ടുള്ള വലിയ അതിക്രമം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതായത് ഈ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കുക, AK-47 ഉപയോഗിക്കുക. അപ്പോൾ ഇതിലൊക്കെ തന്നെ കൃത്യമായിട്ടൊരു മറുപടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിലെത്തി പറയണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതുവരെ സഭയിലേക്ക് എത്താൻ അമിത്ഷാ തയ്യാറായിട്ടില്ല. പക്ഷേ അമിത്ഷാ സഭയിലേക്ക് എത്തുന്നില്ലെങ്കിലും ദിവസേന അമിത്ഷായാലും പ്രധാനമന്ത്രിയായാലും പാർലമെന്റിലെത്തുന്നുണ്ട്, ഓഫീസിലെത്തുന്നുണ്ട്, അവിടെ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. BJPയുടെ NDAയുടെ പാർലമെന്ററി മീറ്റിംഗുകളിൽ ഇരുവരും പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ സഭയിലേക്ക് എത്താൻ മാത്രം ഇരുവരും തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. പ്രത്യേകിച്ച് അമിത്ഷാ സഭയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വലിയ തലത്തിലുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. ഇതിലൊക്കെ തന്നെ അമിത്ഷായ്ക്ക് മറുപടി പറയേണ്ടി വരും. അതിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമുക്ക് പറഞ്ഞു പോകേണ്ടത്, ഇതിനിടയിൽ ഒരു ബില്ല് ലോക്സഭയിലും രാജ്യസഭയിലും പാസാക്കിയിരുന്നു. അതായത് ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ലാണ്. ഇന്നലെയാണ് രാജ്യസഭയിലും ആ ബില്ല് വലിയ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ചർച്ച കൂടാതെ പാസാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഈ ബില്ല് ലോക്സഭയിലായാലും രാജ്യസഭയിലായാലും അവതരിപ്പിക്കേണ്ടിയിരുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷായാണ്. ലോക്സഭയുടെയും രാജ്യസഭയുടെയും ബുള്ളറ്റിനുകളിൽ അമിത്ഷായുടെ പേരാണ് ഈ ബില്ല് അവതരണത്തിൽ നൽകിയിരുന്നത്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അമിത്ഷായ്ക്കെതിരായിട്ടുള്ള പ്രതിഷേധം അതിശക്തമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇരു സഭകളിലും ബില്ല് അവതരണത്തിന് പോലും, താൻ അവതരിപ്പിക്കേണ്ട ബില്ല് അവതരിപ്പിക്കാൻ പോലും അമിത്ഷാ സഭയിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത. അമിത്ഷായുടെ അസാന്നിധ്യത്തിൽ സഹമന്ത്രിയായിട്ടുള്ള നിത്യാനന്ദ റായാണ് ലോക്സഭയിൽ ഉൾപ്പെടെ ബില്ല് അവതരിപ്പിച്ച പശ്ചാത്തലമുള്ളത്. ഏതായാലും അസാന്നിധ്യം തന്നെയാണ് വിഷ്ണു പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങളെ ഭയക്കുന്നത് കൊണ്ടാണോ അമിത്ഷാ പാർലമെന്റിലേക്ക് ഈ സമ്മേളനം ആരംഭിച്ചതിന് ശേഷം തിരിഞ്ഞു നോക്കാത്തത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഉന്നയിക്കുകയാണ് പ്രതിപക്ഷം. ഓക്കെ, താങ്ക് യു വിഷ്ണു.